എല്ലാവർക്കും എൻ്റെ പുതിയൊരുലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ ഇവിടെ ചെയ്യുന്നത് ഒരു ഫോട്ടോ റിക്രിയേഷൻ വീഡിയോയാണ്. അപ്പം നമ്മളിന്ന് റിക്രിയേറ്റ് ഉദ്ദേശിക്കുന്ന ഫോട്ടോ ഇതാണ്. അപ്പോൾ ഇതെടുത്ത ആൾ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് എങ്ങനെ ഈ ഫോട്ടോ എടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാം. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ വീടിൻ്റെ ഉൾവശം തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാൻ തുടങ്ങാം. പിന്നെ ഇപ്പോൾ എൻ്റെ കൈ ഇവിടെ വെക്കുന്നത്, ഞാൻ ഇപ്പോൾ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഫോട്ടോ വെക്കുന്നത്. അത്യാവശ്യം ലൈറ്റിന് വേണ്ടിയാണ് ഇപ്പം ചെയ്തേക്കുന്നത്. നിങ്ങൾ ഫോക്കസ് ഒക്കെ ചെയ്ത് നല്ലപോലെ അത്യാവശ്യം ഫോക്കസ് ആയിട്ട് ഫോട്ടോ എടുക്കാനുള്ളൂ. ഞാൻ ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്തത് എഡിറ്റിങ്ങിലേക്ക് പോവാം. അപ്പം നമുക്കിവിടെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടൊന്ന് ബ്ലാക്ക് ആക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിത് സ്നാപ്ചാറ്റ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഇത് ചെയ്യുന്നതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സൈറ്റ് പരിചയപ്പെടുത്തുന്നുണ്ട്, റിമൂവ് പേജ് എന്നാണ്. അപ്പോൾ നേരത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ സൈറ്റ് ഇങ്ങനെ സെർച്ച് ചെയ്തെടുക്കുക. ഞാൻ ഇപ്പോൾ നേരത്തെ സെർച്ച് ചെയ്തിട്ടുള്ളതാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ ആ സൈറ്റ് ഓപ്പൺ ആക്കുക. സൈറ്റ് ഓപ്പൺ ആകുമ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ നിങ്ങളിവിടെ താഴെ അപ്ലോഡ് ഇമേജ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ സൈറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എല്ലാ ഫോട്ടോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതിന് അടിപൊളിയായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും ഒന്ന് അപ്ലോഡായി അതിൻ്റെ ഒന്ന് പ്രോസസ്സായി കിട്ടാൻ വേണ്ടി ഫോട്ടോ. അപ്പം നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ റിമൂവ് ആക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ ഫോട്ടോ ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്യുക. ഇപ്പം നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സാധനം, സോറി ഫോട്ടോ. നമുക്കിനി അടുത്ത പിക്സാർട്ടിലേക്ക് പോകാം ബാക്കി എഡിറ്റിങ്ങിന് വേണ്ടി. ഈ പിക്സാർട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അതിനുശേഷം നിങ്ങൾ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാം കളർ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അതിൻ്റെ ഞാനിവിടെ ബ്ലാക്ക് കളർ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ക്രോപ്പ് ചെയ്യുവാണ്. ക്രോപ്പ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ കൃത്യ സൈസിലാണ് ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാം പോർട്രേറ്റ് സൈസിലാണ് ചെയ്യുന്നത്. ഡൺ കൊടുക്കുക. ഇനി അടുത്ത നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ കൈയുടെ ആ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് നിങ്ങൾ താഴെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആഡ് ഫോട്ടോ കാണാം, അത് സെലക്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് കാണാവുന്നതാണ് ഒരു ഫോട്ടോ, അതും സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കൈയുടെ ഫോട്ടോ ആണത്. അത് നമുക്ക് ആദ്യമേ ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ഇത്ര ഭാഗം മതി ഫോട്ടോയുടെ. നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ഏകദേശം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത് ചെയ്യേണ്ടത് ഇതിൻ്റെ അകത്ത് മറ്റേ തിരിയുടെ ആ ഭാഗം നമുക്ക് ആഡ് ചെയ്യണം. അതിന് ഡൺ കൊടുക്കാം. അതിനോട് ഒന്നുകൂടെ നമ്മൾ താഴെ സ്ക്രോൾ ചെയ്യുമ്പോൾ ആഡ് ഫോട്ടോ സെലക്ട് ചെയ്യുക. അതിൻ്റെ ഞാൻ ഇപ്പം തിരിയുടെ ഫോട്ടോ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഒപ്പാസിറ്റി ഒന്ന് കുറച്ചിട്ട് നിങ്ങൾ കൃത്യം ആ കൈയുടെ അവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. കൃത്യം സൈസിൽ തന്നെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിതൊന്ന് എറേസ് ചെയ്ത് കളയണം. അതിന് നിങ്ങൾ എറേസ് ടൂൾ എടുക്കുക. അതിനുശേഷം അവിടെ എറൈസ് ഉണ്ട്, എറൈസ് സെലക്ട് ചെയ്യുക, ഒന്നുകൂടെ അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ഹാർഡ്നെസ് ഒന്ന് കുറച്ച് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് നൈസായിട്ടൊന്ന് എറൈസ് ചെയ്തെടുക്കുക. ഒറിജിനാലിറ്റിക്കാണ് നമ്മളിങ്ങനെ ഇത്ര എറേസ് ചെയ്ത് കൊടുക്കുന്നത്.
അപ്പോൾ നമുക്കിനി അടുത്ത് ചെയ്യേണ്ടത് നമുക്ക് ഈ സൈഡിലായിട്ട് ഭാഗങ്ങൾ ഇച്ചിരി ചാടിക്കിടപ്പുണ്ട്. ഈ സൈഡിലോട്ട് ഇച്ചിരി കയറി കിടമ്പോൾ അതൊക്കെ ഒന്ന് എറേസ് ചെയ്ത് കളയാം. എന്നിട്ട് ഞങ്ങളുടെ ഹാർഡ്നെസ് ഒരു പൊടിക്ക് കൂട്ടുന്നുണ്ട്. പക്ഷേ നൈസായിട്ടൊന്ന് എറേസ് ചെയ്ത് കളയുക. ഡൺ കൊടുക്കുക. ഇനി നമുക്ക് ചെറുതായിട്ടുണ്ട് ഈ തിരിയുടെ ആ ഭാഗമൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് ബ്രൈറ്റ്നസ് ഒരു പൊടിക്കൊന്ന് കൂട്ടാം. അതിനുശേഷം കോൺട്രാസ്റ്റ് ഒരു പൊടിക്ക് കൂട്ടാം. ലൈറ്റും കൂട്ടാം ഒരു പൊടിക്ക്. ഡൺ കൊടുക്കാം. നമുക്കൊന്നുകൂടെ അതിൻ്റെ ഒപ്പാസിറ്റിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ഓപ്പോസിറ്റ് 100 കിടക്കുന്നത്. ഡൺ കൊടുക്കുക. അപ്പം നമ്മുടെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും കണ്ടൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് അയച്ചു തരിക. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതൊരു പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം.